അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് അൺബോക്സ് ചെയ്തപ്പം വീട്ടിൽ എന്നെ എല്ലാവരും കളിയാക്കി കേട്ടോ. ഞാൻ ഊഞ്ഞാല് വാങ്ങി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കളിയാക്കുകയായിരുന്നു. അതെന്താ കാരണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എല്ലാവരും കളിയാക്കി, എന്ത് ചെയ്യാനാ. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം വാങ്ങിച്ച് 2 ദിവസമേ ആയിട്ടുള്ളൂ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഓവറോൾ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. എന്തുകൊണ്ട് എല്ലാവരും കളിയാക്കിയെന്ന് അറിയാൻ പാടില്ല. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും അതേപോലെ തന്നെ മീഷോയിൽ നിന്നൊക്കെ കുറച്ച് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തതിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വലിയ ഹോൾ വീഡിയോ ഒന്നും അല്ല, ചെറിയൊരു ഹോൾ വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് പ്രൊഡക്ട്സ് നല്ല ഓഫറിൽ കിട്ടിയപ്പം വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നും 1 by 1 ആയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ മീഷോയിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഒരു ഹാങ്ങിങ് ആണ് കേട്ടോ. ഹാങ്ങിങ് സ്റ്റാൻഡാണ്. അതായത് നമ്മുടെ ചെടിയൊക്കെ നമുക്ക് തൂക്കിയിടാൻ പറ്റുന്ന ചെറിയ ഒരു ഹാങ്ങിങ് സ്റ്റാൻഡാണ്. കണ്ടോ, ഇവിടെ വന്നിട്ടുള്ളത് ത്രെഡും ഈ ഒരു ഭാഗത്ത് ഒരു എന്താ പറയുക വുഡ് ഫർണിഷ് ആയിട്ടുള്ള രീതിക്കാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ചെടിയൊക്കെ വെക്കാവുന്ന രീതിക്ക്. അപ്പോൾ ഇതിൽ വലിയ ചെടിയൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ, ചെറിയ ചെടികൾ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്യാന്നുള്ള ആ ഒരു രീതിക്ക് വാങ്ങിച്ചാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചു കണ്ടപ്പോൾ എനിക്കും ഒന്ന് വാങ്ങിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം തോന്നി, അങ്ങനെ വാങ്ങിച്ചതേ ഉള്ളൂ. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് റേഞ്ച് വന്നിട്ടുള്ളത് 215 രൂപയാണ്. ഇപ്പം മീഷോയിൽ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ ഓഫറിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് 165 രൂപയ്ക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഒരു വുഡിൻ്റെ പാർട്ടാണ് വന്നിട്ടുള്ളത്, പീസ് വെച്ചിട്ട്. ഈ ഒരു സൈഡിൽ എക്സാക്ട്ലി നമുക്ക് എന്താ പറയുക ഒരു ഊഞ്ഞാല് പോലെയൊക്കെ ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന രീതിക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് അൺബോക്സ് ചെയ്തപ്പം വീട്ടിൽ എന്നെ എല്ലാവരും കളിയാക്കി കേട്ടോ. ഞാൻ ഊഞ്ഞാല് വാങ്ങി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കളിയാക്കുകയായിരുന്നു. അതെന്താ കാരണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എല്ലാവരും കളിയാക്കി, എന്ത് ചെയ്യാനാ. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം വാങ്ങിച്ച് 2 ദിവസമേ ആയിട്ടുള്ളൂ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഓവറോൾ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. എന്തുകൊണ്ട് എല്ലാവരും കളിയാക്കിയെന്ന് അറിയാൻ പാടില്ല. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ആ ഒരു ഫോട്ടോയിൽ കണ്ടപ്പോൾ കുറച്ചുകൂടെ വലുതായിരിക്കും എന്നാണ് കേട്ടോ എക്സ്പെക്റ്റ് ചെയ്തത്. ഒന്നാമത് വീട്ടിലെല്ലാവരും കളിയാക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ എക്സ്പെക്റ്റേഷന് പറ്റിയ രീതിക്കല്ല വന്നതെന്നും കൂടെ പറഞ്ഞാൽ അത് കൂടുകയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. ചെറിയൊരു സ്റ്റാൻഡാണ്, ഹാങ്ങിങ് സ്റ്റാൻഡാണ്. നമ്മുടെ ചെടിയൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. അതും ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഒരു ടീഷർട്ടാണ് കേട്ടോ. ഇത് എല്ലാവരും വാങ്ങുന്നതൊക്കെ കണ്ടപ്പം ഒരു ആഗ്രഹം തോന്നി വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് റേഞ്ച് എനിക്ക് തോന്നുന്നു എത്രയോ ആണ്, 200 300 എത്രയോ ആണ്. പക്ഷേ 204 രൂപയ്ക്കാണ് വിത്ത് ഡെലിവറി കോസ്റ്റിൽ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. നോർമൽ ഒരു ഡെലിവറിയാണ് കേട്ടോ. കണ്ടപ്പോൾ ഒരു ആഗ്രഹത്തിന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഒരു റെയിൻബോ, എക്സാക്ട്ലി റെയിൻബോ ബെന്നിൻ എന്നങ്ങാണ്ടുമാണ് പറയുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം ടെക്സ്ചർ വൈസ് ഒക്കെ തൊട്ട് നോക്കിയപ്പോൾ കുഴപ്പമില്ല. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്നുള്ള ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു ആഗ്രഹത്തിന് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു റിട്ടേൺസ് ഒക്കെ വന്നിട്ടുണ്ട്. ഹാഫാണ് സ്ലീവ്. അപ്പോൾ സൈസ് ബേസ് നോക്കുകയാണെങ്കിൽ സ്മോൾ ആണ് കേട്ടോ. ഇതിൻ്റെ മീഡിയവും ലാർജും എക്സ്ട്രാ സ്മോളും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം നല്ല ഓഫറൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ജസ്റ്റ് 190 റുപ്പീസേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ്. ഓഫേഴ്സൊക്കെ കഴിഞ്ഞിട്ട് വന്നത്. പിന്നെ ഡെലിവറി കോസ്റ്റ് ആണ് കുറച്ച് രൂപ വന്നിട്ടുള്ളത്. അപ്പം ടോട്ടലി 204 രൂപയ്ക്കാണ് ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇത് ഞാൻ മേക്കപ്പ് പ്രൊഡക്റ്റാണ് വാങ്ങിയത്. ഇതൊക്കെ ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുള്ളതാണ്. ലാക്മിയുടെ കോമ്പാക്ട് പൗഡറാണ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഫേസ് ഇറ്റ് കോമ്പാക്ട്, എനിക്ക് തോന്നുന്നു പേൾ ആണ് കേട്ടോ. പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ 170 രൂപയാണ്. ഷിപ്പിംഗ് കോസ്റ്റ് എല്ലാം കൂടെ ബേസ് ചെയ്തിട്ട് 178 രൂപയ്ക്ക് കിട്ടി. ഇതിൻ്റെ ആ ഒരു ഷെൽഫ് ലൈഫ് നോക്കുകയാണെങ്കിൽ 25 വരെ ഉണ്ട് കേട്ടോ. ഷെൽഫ് ലൈഫും കാര്യങ്ങളൊക്കെ. 9 ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് ആണ് വരുന്നത്. ഓപ്പൺ ചെയ്യാൻ വളരെ ഈസിയാണ്. ഇതേപോലെ ഒരു മിററൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു ആപ്ലിക്കേറ്റർ ഉണ്ട്.
ഇത് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയില്ല കേട്ടോ. നോക്കിയിട്ട് ഞാൻ എക്സാക്ട്ലി റിവ്യൂ നിങ്ങളുടെ അടുത്ത് ചെയ്ത് ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള. ലാക്മി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നല്ല കോമ്പാക്റ്റ് ആയിരിക്കുമല്ലോ, നമുക്ക് ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ പ്രതീക്ഷിക്കാം. ഇനി അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് ഓക്കെ ഫൗണ്ടേഷനാണ് കേട്ടോ. ഈ ഒരു ഫൗണ്ടേഷൻ ഞാൻ കുറേ നാളായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ച് എന്താണെങ്കിലും ഇനി വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചൊരു ഫൗണ്ടേഷനാണ് നമ്മുടെ മാറ്റ് പ്ലസ് പോർലെസ് 16 ഹവേഴ്സ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മേബിലിൻ ന്യൂയോർക്കിൻ്റെ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത് 115, അതായത് ഐവറി ആണ് കേട്ടോ എൻ്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ആ ഒരു ഷെൽഫ് ലൈഫ് നോക്കുകയാണെങ്കിൽ 2025 വരെ ഷെൽഫ് ലൈഫ് ഉണ്ട്. അപ്പോൾ SPF ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അതാണ് മെയിനായിട്ട് ഞാൻ വാങ്ങാനുള്ള കാര്യം. SPF 22 ഇൻക്ലൂഡഡ് ആണ്. എക്സാക്ട്ലി ശരിക്കും നല്ലൊരു മാറ്റ് ഫിനിഷ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ടിട്ട് കൂടെയാണ്. അപ്പോൾ മാറ്റും പോർലെസ്, അതായത് പോഴ്സ് ഒക്കെ എൻലാർജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം മിനിമൈസ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റും. ഇന്ന് ഞാൻ ഈ ഒരു ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. നല്ല ഫൗണ്ടേഷനാണ് കേട്ടോ. ശരിക്കും നമുക്ക് ആ ഒരു നാച്ചുറൽ ലുക്ക് തരും. എക്സാക്ട്ലി നമുക്ക് കുറേ നേരം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. അതുപോലെ നാച്ചുറൽ ലുക്ക് തരിക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുമല്ലോ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം SPF ഉള്ളത് കൊണ്ട് തന്നെ UV ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് നല്ലോണം നൽകുന്ന ഒരു ഫൗണ്ടേഷൻ കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് അവർ ഓഫേഴ്സൊക്കെ 240 230 അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഷിപ്പിംഗ് കോസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് വന്നപ്പം എക്സാക്ട്ലി ഇതിൻ്റെ ആ ഒരു സെയിം കൈൻഡ് ഓഫ് പ്രൈസ് റേഞ്ച് എനിക്ക് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 300 299 ആ ഒരു പ്രൈസ് റേഞ്ചാണ്. എല്ലാം കൂടെ വന്നപ്പം 288 രൂപ എങ്ങാണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഓഫർ എന്നൊന്നും ഇത് പറയാൻ പറ്റില്ല. എക്സാക്ട്ലി ആ ഒരു പ്രൈസ് റേഞ്ച് ആയിട്ടുണ്ട്. ഇതിൽ കാണാൻ പറ്റും തോന്നി, ഈ ഒരു ബാക്ക് സൈഡിലുണ്ട്. 288 രൂപ ആയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഇത് 299 300 രൂപ എങ്ങാണ്ടാണ് ഇതിൻ്റെ എക്സാക്ട് പ്രൈസ്. ഭയങ്കര ഓഫറൊന്നും അല്ല. പക്ഷേ ഈ ഒരു ഫൗണ്ടേഷൻ വാങ്ങണം എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. ശരിക്കും നല്ലൊരു ഫൗണ്ടേഷനാണ്. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്, നിങ്ങൾക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ എക്സാക്ട്ലി ആ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ ഒരിക്കലും എന്താ പറയുക, നമ്മുടെ ക്യാഷ് പോയെന്നുള്ള രീതിക്ക് വിഷമിപ്പിക്കുന്ന ഒരു ഫൗണ്ടേഷൻ അല്ല, അതെനിക്ക് ഷുവറായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഹോൾ വീഡിയോ. വളരെ ചുരുങ്ങിയ ഒരു ഹോൾ വീഡിയോ ആയിരുന്നു. ജസ്റ്റ് 4 പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ വാങ്ങിച്ചിട്ടുള്ളൂ. നമ്മുടെ ഈ ഒരു ലാക്മിയുടെ കോമ്പാക്റ്റും ഈ ഒരു ഫൗണ്ടേഷനും പിന്നെ ആ ഒരു ബെന്നിയനും പിന്നെന്താ മീഷോയിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു സ്റ്റാൻഡ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഈവൻ ഫിനിഷ് ഒക്കെ നൽകും എന്നൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡ് ബേസ്ഡ് പാക്കിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ തന്നെ എക്സാക്ട്ലി ആ ഒരു ബേസ് ഐഡിയ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഷെയ്ഡ് വന്നിട്ടുള്ളത് പേൾ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങാം. അതേപോലെ തന്നെ വേറെ ഡീറ്റെയിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, ഈവൻ ഫിനിഷ് സ്മൂത്തൻ ചെയ്യും. പിന്നെ നല്ല പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമ്മുടെ ഫേസിൽ ബ്ലെൻഡബിൾ ആവുന്ന കോമ്പാക്റ്റ് ആണെന്ന് അവർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്ത് നോക്കുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. അതൊക്കെ ഞാൻ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചെറിയ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.